ഹായ് ഹലോ, പത്തരമാറ്റിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു വേണു മോഷ്ടിച്ച നെക്ലേസ് നയനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അവകാശിക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. ഏതായാലും വേണുവിനെ ലോക്കപ്പിലൊന്നും ഇട്ടിട്ടില്ല എന്ന് നന്ദു പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ലോക്കപ്പിലിട്ട് നല്ല ഇടി കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, കൊടുക്കേണ്ട ഇടിയൊക്കെ ഞാൻ ഇതിനു മുൻപ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തൽക്കാലം അയാളുടെ മേൽ നോവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഏതായാലും കേസൊന്നും വേണ്ട എന്ന് ആദർശ് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇവരെയൊന്നും ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല ആദർശേട്ടാ, അത് തന്നെയാണ് അവർക്ക് പ്രോത്സാഹനമാകുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്യുന്നവർ വീട്ടിലുണ്ട്, അപ്പച്ചിയും അബിയോ, എന്നിട്ട് അവരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവൻ ചെയ്ത പാപം വരെ ചുമക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഞാൻ. എന്നിട്ട് ആദർശ് നയനയും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ തന്നെ വേണുവും പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൽ വേണു നന്ദിയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്, വളരെ ഉപകാരം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നിങ്ങളുടെ നന്ദിയൊക്കെ എനിക്കറിയാം, നിങ്ങളെയും നിങ്ങളുടെ മകളെയും ഭാര്യയെയും പറ്റിയൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. മോള് തെറ്റ് ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാൽ പോലും ഞങ്ങളുടെ വായടിപ്പിക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ മകളെ തിരുത്താനോ നേർവഴിക്ക് നടത്താനോ നിങ്ങൾ ശ്രമിക്കുന്നില്ലല്ലോ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനാ, എൻ്റെ അനിയൻ്റെ ജീവിതം ഇപ്പോൾ നശിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വിഷമത്തോടെ പറയുന്നുണ്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, എൻ്റെ അമ്മ എന്നെപ്പോലും അവഗണിച്ച് നിങ്ങളുടെ മകൾക്ക് കൊടുത്ത സ്വർണം നിങ്ങൾ കടം വീട്ടാനായി എടുത്തതും പോരാഞ്ഞിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും കള്ളികളാക്കി. അതിൻ്റെ വലിയ കാര്യമുണ്ടായിരുന്നു. അവൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന കാര്യം പോലും ആരും അറിയില്ലായിരുന്നു. അപ്പോൾ വേണു പറയുന്നുണ്ട്, അവൾ കൊച്ചു കുഞ്ഞല്ലേ മോളെ എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, അവൾ അങ്ങനെ കൊച്ചു കുഞ്ഞൊന്നുമല്ല, എല്ലാവിധ കള്ളത്രവും അറിയാവുന്ന നല്ല നടിയാണ്. എന്നിട്ട് വേണു പറയുന്നുണ്ട്, എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കല്ലേ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിങ്ങളുടെ മോളുടെ ജീവിതം നിങ്ങളൊക്കെ കൂടിയാണ് നശിപ്പിക്കുന്നത്. എൻ്റെ അനിയുടെ ജീവിതമാണ് നശിച്ചത്. ഇനി അവളെ സ്നേഹിക്കാനൊന്നും ഞങ്ങൾ അവനോട് പറയുകയില്ല എന്നും പറഞ്ഞ് അവരവിടുന്ന് പോകുന്നുണ്ട്. അന്നേരം വേണു മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അല്ലേലും എൻ്റെ മോൾ നിൻ്റെ വീട്ടിൽ കടിച്ചു തൂങ്ങാനൊന്നും പോകുന്നില്ല, അവൾ അവളുടെ സമയമാകുമ്പോൾ അവിടുന്ന് ഇറങ്ങിക്കൊള്ളൂ. ഇപ്പോൾ ഞാൻ തല കുനിച്ച് തന്നു എന്നേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ അനാമിക വളരെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് നയനയും വരുന്നുണ്ട്. ദേവയാനി, ജജാനകി എല്ലാം ഹാളിൽ ഇങ്ങനെ എത്തുന്നുണ്ട്. എന്നിട്ട് നയന ദേവയാനിയോട് പറയുന്നുണ്ട്, എന്നെപ്പോലും പരിഗണിക്കാതെ അമ്മ അനാമികക്ക് സ്വർണം കൊടുത്തിരുന്നില്ലേ, അതിലൊരു നെക്ലേസ് കാണാതെ പോയിരുന്നില്ലേ, അത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദേവയാനിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിലാണ് ഇവളുടെ അച്ഛനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് എന്ന് പറഞ്ഞിട്ട് നയന കാര്യങ്ങളൊക്കെ അങ്ങ് വിസ്തരിച്ചങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ട് അനാമിക വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. വീണ്ടും അനാമിക കുറേ കഥകൾ കെട്ടിച്ചമച്ച് പറയുന്നുണ്ട്, ഇത് ഞങ്ങളോട് പ്രതികാരം വീട്ടാനായി നന്ദു തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു കഥയാണ് എന്ന് പറയുമ്പോൾ നയനക്കും ആദർശിനങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നയന എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ എന്താ ആദർശേട്ടാ, അയാളെ വെറുതെ വിട്ടത് തെറ്റായിപ്പോയില്ലേ, നമ്മളിപ്പോൾ മണ്ടന്മാരായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഏതായാലും ജാനകിയും മരുമകൾക്ക് കട്ട സപ്പോർട്ടാണ്. ഇതൊക്കെ ഇവരെല്ലാം കൂടി ഉണ്ടാക്കിയ ഡ്രാമയാണ് എന്ന രീതിയിൽ തന്നെയാണ് ജാനകിയും പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എന്ത് കഥയുണ്ടാക്കിയാലും ഞാൻ എൻ്റെ മരുമകളെ അവിശ്വസിക്കില്ല. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ മോനും മരുമകളും കള്ളം പറയില്ല. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ എൻ്റെ മരുമകളാണോ കള്ളം പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, എനിക്ക് എൻ്റെ മരുമോളെയും അവരുടെ വീട്ടുകാരെയും ഒക്കെ എനിക്ക് നല്ല വിശ്വാസമാണ്. പിന്നെ ആദർശ അനാമികയോട് പറയുന്നുണ്ട്, അധികം എന്നെ വാശി കയറ്റിയാൽ പിന്നെ അച്ഛനും മോളും കോടതി മുറിയിൽ കയറി ഇതിൻ്റെ ഉത്തരം പറയേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് പോകുന്നുണ്ട്. അത് കേട്ടപ്പോൾ അനാമികക്ക് ചെറിയൊരു ഭയമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നവ്യ കുഞ്ഞിനിങ്ങനെ ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. നയനയെ കണ്ടതും വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല നവ്യ. നയന എന്നിട്ട് അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ചേച്ചി, ആദർശത്തിനോടുള്ള വൈരാഗ്യം വെച്ച് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുത്തിയെയും അവളുടെ കുടുംബത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല ചേച്ചി. ഇപ്പോൾ അനാമികയോട് കുറച്ച് സിമ്പതിയും ഇഷ്ടമൊക്കെ ഉണ്ട് ചേച്ചിക്ക്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അവളുടെ സ്വഭാവത്തെ എനിക്കറിയാം. പിന്നെ ഞാൻ അവളെയും നിന്റെ ശത്രുക്കളെയും ഒക്കെ സ്നേഹിക്കുന്നതിൻ്റെ പ്രധാന കാരണം ചന്തുമോളാണ്. എൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കിയിട്ട് നിങ്ങളൊക്കെ അന്യ പെണ്ണിൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചേച്ചി സംസാരിക്കണ്ട. ഈ അനാമികയും അവളുടെ അമ്മയും കാരണം ചേച്ചിക്ക് പ്രസവത്തിന് മുൻപ് തന്നെ കുഞ്ഞിനെ നഷ്ടപ്പെടുമായിരുന്നു. ഓർമ്മയുണ്ടല്ലോ കാര്യങ്ങളൊക്കെ. അന്നേരം നവ്യയുടെ മുഖം വല്ലാതാകുന്നുണ്ട്. പാലിൽ വിഷം ചേർത്തതും നമ്മുടെ അമ്മയെ കള്ളിയാക്കിയതും ഒക്കെ പറയുന്നുണ്ട് നയന. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, സത്യം വെളിച്ചത്തായതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ അപ്പോഴും വലിയൊരു തെറ്റ് ചെയ്ത നിന്റെ ഭർത്താവിനെ നീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അനഘ എന്ന് പറയുന്ന ചന്തുമോളുടെ അമ്മ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. ചന്തുമോൾ അമ്മ എന്ന് വിളിക്കുന്നത് നിന്നെയാ.
അനഘ പോയാലും ചന്തുമോൾക്ക് നീ ആയിരിക്കും അമ്മ. അങ്ങനെ ഒരു മകളുടെ സ്ഥാനം നീ അവൾക്ക് കൊടുക്കേണ്ട ആവശ്യം എന്താ? ആദർശേട്ടൻ കുഞ്ഞിൻ്റെ അച്ഛനാണ്, പക്ഷേ നീയോ? അന്നേരം നയന പറയുന്നുണ്ട്, ഇതിനൊക്കെ എനിക്ക് മറുപടി പറയണമെന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് പറ്റാത്തത്? ആദർശേട്ടൻ്റെ ഭാഗത്ത് കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. എല്ലാം കേട്ടിട്ട് നയനക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ചേച്ചിയോട് ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, കുഞ്ഞിനെ ഇങ്ങുത്താ എന്നും പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഓ നിൻ്റെ സ്കൂളിൽ പോയല്ലോ, അതുകൊണ്ടിപ്പോൾ എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ സമയം കാണും. അങ്ങനെ ഞാൻ ചേച്ചിയുടെ കുഞ്ഞിനെയും ചന്തുമോളെയും രണ്ടായി കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് നയന. പിന്നെ ചന്തുമോളുള്ളപ്പോൾ കുഞ്ഞിനെ എടുക്കാത്തത് ചന്തുമോള് വാവേ എന്നും പറഞ്ഞ് ഓടി വരും. പിന്നെ അതിൻ്റെ പേരിലായിരിക്കും ചേച്ചി ചന്തുമോളെ വഴക്ക് പറയുന്നത്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഓ അത് നിനക്കറിയാമല്ലോ, അതുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ കുഞ്ഞിനെ അവൾ കരികിലേക്ക് കൊണ്ടുപോകരുത്. വാവേ കൂവേ എന്നും വിളിച്ച് അവൾ വന്ന നല്ല അടി കൊടുക്കും ഞാൻ. അപ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അതിൻ്റെ പാവം ചേച്ചിക്ക് തന്നെ കിട്ടിക്കൊള്ളും. പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി ഭയങ്കര ടെൻഷനിലാണ്, എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന് ജയൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അല്ല ഞാനിവിടെ നടന്ന ഓരോ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ ജയൻ പറയും, ഞാനും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, എന്നാലും അവൾ തന്നെ മാല എടുത്തിട്ട് എൻ്റെ മരുമകളെയും അവളുടെ വീട്ടുകാരെയുമാണല്ലോ അവൾ കള്ളിയാക്കിയത് എന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട്, എനിക്ക് അവരുടെ പെരുമാറ്റത്തിലൊക്കെ ആദ്യമേ സംശയം തോന്നിയിരുന്നു, എന്തൊക്കെയോ മിസ്റ്റേക്ക് എല്ലാവരിലും ഉണ്ട് എന്നിങ്ങനെ പറയുന്നതും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.